പൊന്നാനിയിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നത് വഴി CPIM ലക്ഷ്യം വയ്ക്കുന്നത് പലതാണ്. പഴയ ലീഗ് നേതാവായ KS ഹംസയ്ക്ക് മുസ്ലിം ലീഗ് സംഘടനകളുമായുള്ള ബന്ധം വോട്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷ. ഹംസ സ്ഥാനാർത്ഥിയാകുന്നതോടെ കാര്യങ്ങൾ എളുപ്പമായെന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. പൊന്നാനിയിൽ ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തി ശക്തമായ മത്സരമെങ്കിലും നടത്തണമെന്ന് CPIM-നുള്ളിൽ തന്നെ അഭിപ്രായം ഉയർന്നതാണ്. സിറ്റിംഗ് MP ET മുഹമ്മദ് ബഷീറിന്റെ ജനപ്രീതി മറികടക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളെയാണ് പാർട്ടി പരിഗണിച്ചത്. DYFI സംസ്ഥാന അധ്യക്ഷനായ V വസീഫിന്റെ പേര് ജില്ലാ കമ്മിറ്റിയിലും ഉയർന്നിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായാണ് മുൻ ലീഗ് നേതാവ് KS ഹംസയെ പൊന്നാനിയിൽ മത്സരിപ്പിക്കാൻ CPM തീരുമാനിച്ചത്. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നടത്തിപ്പുകാരനായ KS ഹംസയ്ക്ക് പല സാമുദായിക നേതാക്കളുമായി അടുത്ത ബന്ധമാണുള്ളത്. ഇരുവിഭാഗം സമസ്ത നേതാക്കളുമായും KS ഹംസയ്ക്ക് ബന്ധമുള്ളത് CPIM പോസിറ്റീവായി കാണുന്നു. ലീഗ് വിരുദ്ധ വോട്ടുകൾ കൂടി ലഭിച്ചാൽ മുന്നേറ്റമുണ്ടാകാൻ കഴിയുമെന്നും പാർട്ടി കണക്കുകൂട്ടുന്നു. എന്നാൽ പൊന്നാനി മണ്ഡലത്തിൽ കാര്യമായ സ്വാധീനമുള്ള നേതാവല്ല KS ഹംസ എന്നാണ് ലീഗ് വിലയിരുത്തൽ. മാത്രമല്ല PK കുഞ്ഞാലിക്കുട്ടിയോട് ഇടഞ്ഞ് പാർട്ടി വിട്ട നേതാവ് LDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ ലീഗ് അണികളിൽ ഊർജ്ജം കൂടുമെന്നും പാർട്ടി വിലയിരുത്തുന്നു. ഹംസ സ്ഥാനാർത്ഥിയാകുന്നതോടെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ പൊന്നാനിയിൽ ക്യാമ്പ് ചെയ്ത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. പഴയ ലീഗ് നേതാവായതിനാൽ ഹംസയെ പരാജയപ്പെടുത്താൻ ലീഗിന്റെ മുഴുവൻ സംവിധാനങ്ങളും രംഗത്തിറങ്ങും. ലീഗ് സ്ഥാനാർത്ഥികൾ മണ്ഡലങ്ങൾ പരസ്പരം മാറി മത്സരിക്കുകയാണെങ്കിൽ അബ്ദുസമദ് സമദാനിയാകും പൊന്നാനിയിൽ സ്ഥാനാർത്ഥി. സമീർ ബിൻ കരീം, 24 മലപ്പുറം. വരുന്ന മണിക്കൂറുകളിലും വരുന്ന ദിവസങ്ങളിലും ഈ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ കൂടുതൽ നിർണായകമായ തീരുമാനങ്ങൾ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് വരും.